രക്ഷിതാക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഏറെ സന്തോഷകരമായ ഇത്തരമൊരു സദസ്സിലേക്ക് ക്ഷണിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വലതുഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കെട്ടിടമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം കൂടിയാണ് എന്ന ഒരു ബോധ്യത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നതും അതിനെക്കുറിച്ചുള്ള നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായി നാം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് നേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ എത്തി, അല്ലെങ്കിൽ ഇത്തരമൊരു സ്കൂൾ അത് ആരംഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ ഭാവിയുമായി, അവരുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിന്തകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രശസ്തമായൊരു ടെഡ് ടോക്കിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ 10ാം ക്ലാസ് എത്തുന്നതിനെ കുറിച്ചൊക്കെ പലപ്പോഴും ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അതും ചിന്തിക്കാത്തവരുണ്ടാകാം. അതുമല്ലെങ്കിൽ അവർ +2 എത്തുന്നത് വരെ, അതുമല്ലെങ്കിൽ അവരൊരു ഡിഗ്രി കോളേജിൽ പോകുന്നത് വരെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. വല്ലാതെ ചിന്തിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്ത് ജോലി വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ ഒരു ടെഡ് ടോക്കിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഹാവ് യു തോട്ട് അബൌട്ട് ദ വേൾഡ് ദാറ്റ് അവർ കിഡ്സ് ആർ ഗോയിങ് ടു റിട്ടയർ ഇൻ? അതിൽ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ കുട്ടി ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോന്നല്ല, അടുത്ത വർഷത്തെക്കുറിച്ച് ചിന്തിച്ചോന്നല്ല, മറിച്ച് നിങ്ങളുടെ മക്കൾ റിട്ടയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നാണ് ആ ചോദ്യം. നമ്മൾ ദൂരവ്യാപകമായ നമ്മുടെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ മക്കൾ ഇപ്പോൾ അവിടെ ഇവിടെ ഓടിക്കളിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പാട്ടുപാടിയ ആ കുട്ടികൾ, അവര് മാക്സിമം ഒരു +2 വരെയോ അല്ലെങ്കിൽ ഡിഗ്രി വരെയോ ഒക്കെ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവര് റിട്ടയർ ചെയ്യുന്ന കാലം എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം കേവലമായി ഒന്ന് ചോദിച്ചു പോകുക എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ മക്കളുടെ ഭാവിയെക്കുറിച്ചുമെല്ലാം ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുക. എന്തായിരിക്കും ഒരു 10-40 വർഷം കഴിഞ്ഞുള്ള, അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞുള്ള നമ്മുടെ മക്കൾ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടം എങ്ങനെയായിരിക്കും? അന്നത്തെ ജോലികൾ എന്തായിരിക്കും? അന്നത്തെ കരിയർ എന്തായിരിക്കും? അന്ന് നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കും ജീവിക്കുക? ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടി മനസ്സിലായ ഒരു ഉദാഹരണം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ കരിയർ അതുപോലെ തന്നെ ജോലികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10-15 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലടക്കം എല്ലാ മുക്കിലും മൂലയിലും ഒരു ജോലി സാധ്യത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? STD ISD എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചത്. കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒരു 10-30 വയസ്സുള്ള എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒരുപാട് കുടുംബങ്ങൾ ഈ ബൂത്തുകൾ നടത്തിക്കൊണ്ടായിരുന്നു, STD ISD ബൂത്തുകൾ നടത്തിക്കൊണ്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ജോലി സാധ്യത തന്നെ ഇപ്പൊ ഉണ്ടോ? ഒരു ബൂത്ത് തുടങ്ങുക, ഒരു കോളിംഗ് ബൂത്ത് തുടങ്ങുക എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ജോലി സാധ്യത തന്നെ ഇല്ലാതാകുന്ന രൂപത്തിലേക്ക് എന്തേ സംഭവിച്ചിട്ടുള്ളൂ? ഒരു മൊബൈൽ വന്നു. മൊബൈൽ എന്ന് പറയുന്ന ഒരു ഉപകരണം വന്നതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു ഉപകരണം വന്നതോടുകൂടി ഒരുപാട് ആളുകളുടെ ജോലി ഇല്ലാതായി. ഇനി ഒരാൾക്കും അങ്ങനെ ബൂത്ത് നടത്തി ജീവിക്കാൻ പറ്റൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതിനേക്കാൾ സ്പീഡിലാണ് ഇപ്പോ ടെക്നോളജിയും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ ജോലി സാധ്യതകളിൽ മാറ്റം വരും എന്നുള്ളത് ചിന്തിച്ചാൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ AI കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചൊക്കെ പറയാം അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കാണാൻ പറ്റും. അതിലൊറ്റ ഉദാഹരണം എടുക്കാം. ഡ്രൈവർലെസ് കാറുകൾ വരും. അതായത് ഡ്രൈവർ ആവശ്യമില്ലാത്ത കാറുകൾ ഉണ്ടാകും. അത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ, ഡ്രൈവർ ആവശ്യമില്ലാത്ത കാറുകൾ വന്നാൽ എന്ത് ജോലിയായിരിക്കും ഇല്ലാതാവുക? ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ടാക്സി ഡ്രൈവർമാരുടെയോ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ പണി പോകും എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കും. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വന്നാൽ, എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് സ്വയമേ പോകുന്ന കാറുകൾ വന്നാൽ നമ്മുടെ റോട്ടിൽ എന്ത് സംഭവിക്കും? ആക്സിഡന്റുകൾ കുറയും. കാരണം എല്ലാം കൃത്യമായി നോക്കി അതിനനുസരിച്ച് ഡ്രൈവിംഗ് നടക്കുള്ളൂ, അത് ഓട്ടോമാറ്റിക്കലി നടക്കും. ആക്സിഡന്റുകൾ കുറയും. ആക്സിഡന്റ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആക്സിഡന്റ് കുറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എമർജൻസി, ട്രോമ കെയർ, കാഷ്വാലിറ്റി, അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരുടെ പണി കുറയും. അതുപോലെ തന്നെ ആക്സിഡന്റ് കുറഞ്ഞാൽ നമ്മുടെ കാർ മെക്കാനിക്കുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകാരുടെയൊക്കെ പണി കുറയും. അതേപോലെ തന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ നമ്മുടെ കാർ ഇൻഷുറൻസ് കമ്പനികൾ, അതിന്റെ ഭാവി എന്താകും എന്നുള്ളത് ഒരു വിഷയമാണ്. ഞാൻ ഒരുപാടുണ്ട്, ഇങ്ങനെ എല്ലാം കൂടി പറയുന്നില്ല. ഞാൻ പറയുന്നത് പലപ്പോഴും ടെക്നോളജിയും സാങ്കേതിക വിദ്യകളൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറത്താണ് അതിന്റെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഡ്രൈവർ ഇല്ലാത്ത കാർ വന്നാൽ ഡ്രൈവറുടെ പണി മാത്രമല്ല പോവുക, അതെല്ലാ മേഖലയെയും ബാധിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കാൻ എന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളുടെ ഭാവി, കരിയർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ജോലി എന്താകണം, കരിയർ എന്താകണം, അവരെന്തു പഠിക്കണം നമ്മൾ തീരുമാനിക്കുക. പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ പല ആളുകളോടും പല കുട്ടികളോടും ചോദിക്കും നമ്മൾ, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? അപ്പോൾ പല ഉത്തരം പറയും, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, ഫുട്ബോൾ പ്ലെയർ ആവണം, ക്രിക്കറ്റ് പ്ലെയർ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഉത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കുട്ടികളോട് ഇങ്ങനെ സംവദിക്കാൻ പല സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം ഒരു കുട്ടിയോട് ചോദിക്കും എന്താവാനാണ് ആഗ്രഹം. അപ്പൊ കുട്ടി പറയും ഡോക്ടർ ആവണം. തൊട്ടടുത്ത വർഷം പോയി ചോദിക്കുമ്പോൾ ആ ഡോക്ടർ എന്ന് പറഞ്ഞ കുട്ടി ചിലപ്പം പൈലറ്റ് ആയിട്ടുണ്ടാവും, അടുത്ത വർഷം പോയാൽ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുണ്ടാവും. ഇതെന്താ കാരണം എന്ന് നോക്കിയാൽ മനസ്സിലാവും, ആ സമയത്ത് എന്താണോ ട്രെൻഡ് അതായിരിക്കും അവരുടെ അംബീഷൻ. അപ്പൊ അവിടെ IPL ഒക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി പറയും ക്രിക്കറ്റ് പ്ലെയർ ആവണം, ധോണിയെ പോലെ ആവണം, കോഹ്ലിയെ പോലെ ആവണം. വല്ല ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിയെ പോലെ, റൊണാൾഡോയെ പോലെ ഫുട്ബോൾ പ്ലെയർ ആവണം എന്നാവും. ISRO അല്ല ചന്ദ്രയാനൊക്കെ വിക്ഷേപിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ISROയിൽ പോകണം, അവിടെ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഡ്രീം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ്, അവരുടെ ഫ്രണ്ട്സ് എന്ത് പറയുന്നു, അവരുടെ റീലുകളിൽ എന്ത് വരുന്നു, സിനിമകളിൽ അവരെന്ത് കാണുന്നു, ഇതൊക്കെയാണ് അവരുടെ ഡ്രീം നിശ്ചയിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് കൃത്യമായി അവരെ ഗൈഡ് ചെയ്യാൻ ആസ് പാരന്റ്സ് നമുക്ക് പറ്റണം. ഞാൻ ഇവിടെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കുറച്ചൊക്കെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതിന് പൊതുവെ നമ്മൾ ഒരു എളുപ്പത്തിനു വേണ്ടി നമ്മൾ പറയാറുള്ള ഒരു കൺസെപ്റ്റാണ് ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇക്കിഗായ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് 4 കാര്യങ്ങളാണ്. നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ 4 കാര്യങ്ങളെങ്കിലും നമ്മൾ പരിഗണിക്കണം. ഒന്ന് പാഷൻ, മിഷൻ, പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ. എന്ന് വെച്ചാൽ നമ്മളുടെ മക്കൾക്ക് എന്താവണം, അവർ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, എന്ത് മേഖലയിലേക്ക് പോകണം എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് മാത്രമല്ല അവിടെ പരിഗണിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേതാണ് വാട്ട് യു ലവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, തീർച്ചയായും നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കണം നമ്മുടെ കരിയർ, നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അത് തീർച്ചയായും അതൊരു പോയിന്റാണ്. പക്ഷെ ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ജോലിയാക്കാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് ഇഷ്ടമുള്ള പലതും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടാവും, അതൊരു ജോലിയാക്കി എടുക്കാൻ പറ്റുമോ? നമുക്ക് യാത്ര പോകാൻ ഇഷ്ടമുണ്ടാവും, അതൊരു ജോലിയാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇഷ്ടമുള്ളതാവണം, പക്ഷെ ഇഷ്ടമുള്ളത് മാത്രമല്ല അവിടെയുള്ള ക്രൈറ്റീരിയ. വാട്ട് ദ വേൾഡ് നീഡ്സ്. ലോകത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ കരിയർ. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് പൈസ ആയിട്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ആ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. മൂന്നാമത്തത് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ലോകത്തിന് കുറെ നന്മ ചെയ്ത് ഇഷ്ടമുള്ള കുറെ സാധനങ്ങൾ ചെയ്ത് ജീവിച്ചുകൊണ്ട് കാര്യമില്ല, അതിന് നമുക്ക് പേ ചെയ്യപ്പെടണം. നമുക്ക് എന്ത് ചെയ്യണം? അതിന് പണം കിട്ടണം. സാലറിയായോ അല്ലെങ്കിൽ ലാഭമായോ ഒക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടണം. അതുപോലെ തന്നെ വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഇങ്ങനെയൊക്കെ ആയാലും പോരാ, നമുക്കതിൽ കഴിവും വേണം. ഈ 4 കാര്യങ്ങളെങ്കിലും പരിഗണിക്കണം എന്ത് കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ. ഇത് നമ്മൾ
ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് വിചാരിക്കും നമ്മളെ മക്കളിപ്പോൾ LKG കഴിഞ്ഞിട്ടേ ഉള്ളൂ, UKG കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പോഴേ കരിയറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളരുന്നത്, അവർക്ക് എന്താണ് താല്പര്യം, അവർക്ക് എന്താണ് കഴിവുള്ളത്, ഏത് കഴിവാണ് നമുക്ക് നേർച്ചർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇപ്പോഴാണ് നോക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും +2 കഴിഞ്ഞിട്ട് വിളിക്കും, ഇതാ പിന്നെ സയൻസ് കഴിഞ്ഞിട്ടുണ്ട്, മാത്സിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, പിന്നെ സയൻസിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, എന്തെങ്കിലും ഒരു കോഴ്സ് പറഞ്ഞുകൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവര് 10-18 വർഷമായി ആ കുട്ടിയെ വളർത്തുകയാണ്. അങ്ങനെ 10, 16, 17 വയസ്സ് വരെ ഈ കുട്ടിയെ നോക്കി നിന്ന പാരന്റ്സിന് എന്താ അറിയില്ല, ഈ കുട്ടിക്ക് ഏതാ നല്ല കോഴ്സ് എന്ന് അറിയില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ആരെങ്കിലും വിളിച്ചിട്ട് ഫോണിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് കോഴ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് പല ആളുകളും കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ ഇഷ്ടവും അതുപോലെ തന്നെ അവരുടെ കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം എടുക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ഗൈഡ് ചെയ്യുന്നിടത്ത് പലപ്പോഴും അബദ്ധം പറ്റുന്നതെന്ന് അറിയാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് ഈ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ, അല്ലേ? ഡോക്ടർ ആവുക എന്നുള്ളത് പല ആളുകളും പറയുന്നൊരു ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഡോക്ടർ ആവുക എന്നുള്ള ഇഷ്ടം എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് വന്നത്? അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവര് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും. ആ റീൽസിലൊക്കെ നോക്കിയാൽ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലാമറസ് പ്രൊഫഷനാണ്, അല്ലേ? ഒരു ഡോക്ടർ ഇങ്ങനെ വരുമ്പോൾ ഒരു BGM ഒക്കെ ഉണ്ടാവും, കുറെ ആളുകൾ ഭയങ്കര ബഹുമാനമായിരിക്കും, അല്ലേ? അങ്ങനെ ഒരു ഇനി സിനിമകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് അത്രയും വലിയൊരു താരപരിവേഷമാണ്. ഇതൊന്നും വേണ്ട. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഒരു ഡോക്ടർ കടന്നു വരുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, അല്ലെങ്കിൽ സിസ്റ്റർമാരും അവിടെയുള്ള സ്റ്റാഫും ബാക്കി എല്ലാവരും ആ ഡോക്ടറെ ഭയങ്കര ബഹുമാനിച്ച് നിൽക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു കുട്ടി സ്വാഭാവികമായിട്ട് തീരുമാനിക്കും, ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും വലിയൊരാളാണല്ലേ ഡോക്ടർ, എന്നാ പിന്നെ എനിക്കും അതായാൽ മതി. ഇതാണ് പലപ്പോഴും ആ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൊസിഷനാണ്, അങ്ങനെ ഒരു ജോലിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ബീയിങ് എ ഡോക്ടർ മീൻസ് ജസ്റ്റ് ഇങ്ങനെ ഒരു നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവുക എന്ന് മാത്രമല്ല. അത് മാത്രം എടുത്തു നോക്കുക. ബീയിങ് എ ഡോക്ടർ മീൻസ് അഡോപ്റ്റിംഗ് എ ലൈഫ് സ്റ്റൈൽ. ഒരു ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യലാണ്. ഇപ്പൊ നിങ്ങൾ എത്ര ഇവിടെ കച്ചവടക്കാരുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ അധ്യാപകരുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത ശൈലി വ്യത്യസ്തമാണ്, അല്ലേ? ചില ആൾക്കാർ 9 മണിക്ക് പോയി 5 മണിക്ക് തിരിച്ചു വരുന്നവരുണ്ടാവും, ചില ആൾക്കാർ 12 മണിയായാലും തിരിച്ചു വരാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ പല രൂപത്തിൽ പല ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടാവും. ഇതുപോലെ ഒരു ഡോക്ടർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. എങ്ങനെയാണ്? പല സ്പെഷ്യാലിറ്റികളിലും ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ എന്താ, അവര് ചിലപ്പം തിരിച്ചു വരാൻ ഒരു 12 മണി 1 മണിയൊക്കെ ആവും. ചിലപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ, അതിരാവിലെ 3 മണിയാകുമ്പോൾ ചിലപ്പോൾ നേഴ്സ് വിളിക്കുന്നുണ്ടാവും, ഡോക്ടർ ഒരു അർജന്റ് കേസ് ഉണ്ട്, പെട്ടെന്ന് വരണം, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇങ്ങനെ ഒരു ജീവിതമാണ് ഒരു ഡോക്ടറുടേത്. ഒറ്റ ദിവസമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആ ഡോക്ടറുടെ ജീവിതാവസാനം വരെ അങ്ങനെ ഒരു ജീവിതമാണ് ഡോക്ടർ നയിക്കേണ്ടത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇത് നമ്മളെ മക്കൾ ഡോക്ടർ ആവണം എന്ന് പറയുന്ന മക്കള് ഇത് പരിഗണിച്ചിട്ടുണ്ടോ? രണ്ടാമത്തത് വർക്ക് ലൈഫ് ബാലൻസ്, അല്ലെ? ചില ആളുകൾക്കൊക്കെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നല്ല സമയമൊക്കെ ചെലവഴിച്ച് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഒരു ഡോക്ടറായ ചിലപ്പോൾ അത്രത്തോളം അത് പറ്റിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, എങ്ങനെയാണ് നമുക്കൊരു സംതൃപ്തി തോന്നുക, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 9 മണിക്ക് പോയി 5 മണിക്ക് ഫ്രീ ആയി ബാക്കി പിന്നെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനില്ലാതെ അങ്ങനെ ജീവിക്കുന്നതായിരിക്കും ചില ആളുകളുടെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഡോക്ടർ ആവുക എന്നുള്ളത് നല്ല ചോയ്സേ അല്ല. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ടാവും, ബാക്കിയുള്ളവരുടെ വേദന മാറ്റുന്നതിലൂടെ, അവരുടെ പ്രയാസം മാറ്റുന്നതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു കരിയർ ചോയ്സാണ്. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, നമ്മുടെ മക്കൾക്ക് എന്താണ് നല്ലൊരു കരിയർ ചോയ്സ് എന്നുള്ളത് അവര് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറയുന്നത് വെച്ച് മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, അവർ ഏത് രൂപത്തിലാണ് ചിന്തിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ് എന്നെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ അത്തരത്തിലുള്ള ഡിസിഷൻസിലേക്കും അത്തരത്തിലുള്ള ഗൈഡൻസിലേക്കും നമ്മൾ പോകേണ്ടത്. അതിനാദ്യം വേണ്ടത് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ധാരണയാണ്. എന്താണ് കരിയറുകൾ, എന്താണ് വിവിധ കോഴ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ വേണം. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യും, ഒരുപാട് പണം ചെലവഴിക്കും. പിന്നെ അത് പലപ്പോഴും ആ പണം ചെലവഴിക്കൽ പലപ്പോഴും എത്തിപ്പെടുന്നത് ആവശ്യമില്ലാത്ത പല ചൂഷണങ്ങളിലേക്കായിരിക്കും. സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും +2 ഒക്കെ കഴിഞ്ഞാൽ പല പാരന്റ്സിനും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല, നേരത്തെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല.
അപ്പോൾ ആരെങ്കിലും വരും, ഇതാ ഇത്ര ലക്ഷം തന്നാൽ ഒരു സീറ്റ്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം തന്നാൽ ഒരു കോഴ്സിന് അഡ്മിഷൻ നേടിത്തരാം, ഇന്ന ഒരു കോളേജ് ഉണ്ട്, നല്ല കോളേജാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയിട്ടുള്ള പണത്തിൽ നിന്നും വലിയൊരു ഭാഗം അതിനുവേണ്ടി ചെലവഴിക്കും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിനു മാത്രമുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടില്ല. പിന്നെ അവസാനം എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടേക്കെങ്കിലും എത്തിപ്പിക്കുക എന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ വി ആർ നോട്ട് അവെയർ ഓഫ് ഹയർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയ വളരെ ഒരുപാട് ആളുകളുള്ള, ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് പലതരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ. ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കൂല. നമ്മൾ എന്ത് ചെയ്യുക? അവസാനം +2 കഴിഞ്ഞിട്ട് ആരെങ്കിലും സീറ്റ് ഇത്ര ലക്ഷം എന്ന് പറഞ്ഞു വരുമ്പം അതിൽ വീണ് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത്, രക്ഷിതാക്കൾ എന്ന നിലക്ക്, അത് കേവലം ഉപ്പമാരുടെ ജോലി മാത്രമല്ല, ഉമ്മമാരും എല്ലാവരും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം. എപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ എങ്ങനെ ഗൈഡ് ചെയ്യണം, എന്താണ് ഇപ്പോഴുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ, എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഭാവിയിലേക്ക് അവരെ ഒരുക്കാൻ സാധിക്കുക. ഇതിന് പ്രത്യേകിച്ചും ഉമ്മമാർക്ക് നല്ല ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പണം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, നല്ല അക്കാദമിക് എക്സ്പോഷർ ഉള്ള, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഞാൻ ജസ്റ്റ് അതിന്റെ പേരുകൾ പറഞ്ഞു പോവാണ്. ഒന്നാമത്തത് എഞ്ചിനീയറിംഗ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ IIT-കൾ. പലപ്പോഴും പല ആളുകളും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർ നിർബന്ധമായും അതിനെക്കുറിച്ചൊക്കെ കേൾക്കണം, അറിയണം. IIT-കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ എഞ്ചിനീയർ ഇപ്പം ഞാൻ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലിറങ്ങിയാൽ ഒരു കല്ലെടുത്ത് മേലേക്ക് എറിഞ്ഞാൽ താഴെ വീഴുന്നത് എഞ്ചിനീയറുടെ തലയിലായിരിക്കും. അത്രയും എഞ്ചിനീയർമാരാണ്, എഞ്ചിനീയർമാർക്കൊന്നും ഒരു പണിയില്ല എന്നാണ് നമ്മളിപ്പം വിചാരിക്കുന്നത് പല ആൾക്കാരും. പക്ഷെ അങ്ങനെയല്ല, ശരിയാണ്. പിന്നെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ തട്ടിയും മുട്ടിയും ബിടെക് പാസ്സായ ആളുകളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഗൾഫിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നടക്കുന്നുണ്ട്, അതും ശരിയാണ്. പക്ഷേ ഏറ്റവും നല്ല ഈ IIT-കൾ പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചിറങ്ങുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പേ നമുക്ക് പ്ലേസ്മെന്റ്, അതായത് ജോലി അവിടെ റെഡി ആയിരിക്കും. ഗൂഗിൾ പോലെ, ആമസോൺ പോലെ, ഇന്റൽ പോലെയുള്ള ഏറ്റവും മികച്ച കമ്പനികൾ നമ്മളെ ജോലി തരാൻ അവിടെ കാത്തു നിൽക്കുകയായിരിക്കും. ഇങ്ങനെയുള്ള കോളേജുകളുണ്ട്. NIT-കൾ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് അടക്കം ഒരു NIT ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. IIT കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ. അതുപോലെ തന്നെ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം IISc-കൾ, അതുപോലെ തന്നെ സ്പേസ് ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ IIST-കൾ, അതുപോലെ തന്നെ മെഡിസിൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എയിംസ്, ഡൽഹിയിലും ഒക്കെ ഉള്ള എയിംസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളാണ്. അതുപോലെ തന്നെ ജിപ്മർ, പോണ്ടിച്ചേരിയിലൊക്കെ ഉള്ള ജിപ്മർ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് നമ്മൾ അറിയണം. ഇനി മാത്സിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റഡീസിന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ IIM-കൾ, അതുപോലെ തന്നെ സയൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനാണെങ്കിൽ ഐസറുകൾ. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഞാനിത് ജസ്റ്റ് പറഞ്ഞു പോയത് ഇതൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കാണാൻ പറ്റും. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ പറഞ്ഞ എത്ര സ്ഥാപനങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനിവിടെ കുറെ എണ്ണി പറഞ്ഞല്ലോ, എത്ര സ്ഥാപനങ്ങളുടെ പേര് നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരുന്നു? പലതും നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല. അവിടെയാണ് നമുക്ക് പിഴക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ പണം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ, നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്ന ആൾക്കാരല്ലേ. ഇനി ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു ഹോട്ടലിൽ പോയി ഒരു പൊറോട്ടയും ബീഫും കഴിച്ചാൽ പോലും അതിലും GST ഉണ്ട് അല്ലേ. നിരന്തരമായി ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ പണം ഉപയോഗിച്ച്, നമ്മുടെ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ. ആ സ്ഥാപനങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. എന്നിട്ടോ നമ്മൾ പിന്നെയും ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് വേറെയുള്ള പിന്നെ സീറ്റ് വാങ്ങാൻ പോകും. എന്നിട്ട് ഭാവി തുലക്കും, അവസാനം ഏതെങ്കിലും ചൂഷണത്തിൽ പെടും, ഒരുപാട് പണം കളയും, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയങ്കര ടെൻഷൻ അടിക്കും, ഏതെങ്കിലും ഗൾഫിലേക്ക് എങ്ങാനും കയറ്റിവിടും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും ഒരു LKG പഠിക്കുന്ന അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ്സിനോട് എന്തിനാണ് പറയുന്നത് ഒരു പക്ഷെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒരു +2-ൽ എത്തുന്ന കുട്ടീനെ കുറിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ ഏകദേശം ഒരു വഴിക്കെത്തിക്കഴിഞ്ഞു.
ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റം നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ കുട്ടികളുടെ ഭാവിയുടെ കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഒരുപാട് എക്സാമുകൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് എക്സാമുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിയാം. നീറ്റ്, അതുപോലെ തന്നെ JEE, ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. ഞാനതെല്ലാം എണ്ണി പറയുന്നില്ല. അത്തരം എക്സാമുകളെ കുറിച്ച് നമുക്കറിയണം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം. ചിലതൊക്കെ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ധാരണ നമുക്ക് വേണം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വി ഹാവ് നോ ടൈം ടു സ്പെൻഡ് വിത്ത് അവർ ചിൽഡ്രൻ. നമ്മുടെ മക്കൾക്ക് കൂടെ സമയം ചെലവഴിക്കാൻ പലപ്പോഴും നമുക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഭയങ്കര തിരക്കുള്ള ആൾക്കാരായിരിക്കും. ശരിയാണ്, നമുക്ക് ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മക്കളുടെ കൂടെ സമയം ചെലവഴിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ അവരെ ഡയറക്റ്റ് ചെയ്യുമ്പം അവർ നമ്മുടെ കൂടെ വരുള്ളൂ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ മക്കൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ മൊബൈലിന്റെ മുമ്പിലാണ്. ആ മൊബൈലിന്റെ മുമ്പിലാണെന്നുള്ളത് നമ്മൾ പരാതി പറയുന്നതിനപ്പുറത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, മക്കളെ കൊണ്ടുള്ള ശല്യം കൊണ്ട് ആ ശല്യം ഒഴിവാക്കാൻ നമ്മൾ തന്നെയാണ് പലപ്പോഴും എന്ത് ചെയ്യാം, കുറച്ചേരം എടുത്ത് മൊബൈൽ എടുത്ത് കളിച്ചോ എന്ന് പറഞ്ഞ് മൊബൈൽ കൊടുക്കുന്നതും പലപ്പോഴും നമ്മളാണ്, അല്ലെ? ആ ഒരു ശല്യം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത്രയും നേരം ഒന്ന് സമാധാനം കിട്ടാൻ എന്ന പേരിൽ പലപ്പോഴും മൊബൈൽ കൊടുക്കുന്നത് പാരന്റ്സ് തന്നെയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം, അത് പെട്ടെന്ന് സൂചിപ്പിച്ച് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമ്മുടെ മക്കൾക്ക് അവരുടെ ചിന്താ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ വരുന്ന വലിയൊരു മാറ്റം ഈ ഫോൺ ഉപയോഗം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മളും പാരന്റ്സും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളെ ബാധിക്കുന്നതിലും 100 ഇരട്ടി നമ്മുടെ മക്കൾ അവർ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ തലച്ചോറിനെ അത് ബാധിക്കും. നിങ്ങൾക്കറിയോ, ഈ ഫേസ്ബുക്കിന്റെ പിന്നെ ഉപജ്ഞാതാവായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച മാർക്ക് സുക്കർബർഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗൂഗിളിന്റെ CEO ആയിട്ടുള്ള സുന്ദർ പീച്ചയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരൊക്കെ ഈ ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ നടത്തിപ്പോരുന്ന അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ്, അല്ലേ? നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സുക്കർബർഗിന്റെയും അതുപോലെ തന്നെ സുന്ദർ പീച്ചയുടെ ഒക്കെ മക്കൾ അവരെന്തായിരിക്കും അവസ്ഥ? അവർ ചിലപ്പം ജനിക്കുമ്പോൾ തന്നെ ഫേസ്ബുക്ക് ഐഡിയും ഗൂഗിളിൽ അക്കൗണ്ടൊക്കെ ആയിട്ടായിരിക്കും ജനിക്കുക എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക, അല്ലേ? അവരൊക്കെ അത്രയും വലിയ ഫേസ്ബുക്കിനൊക്കെ മുതലാളിമാരല്ലേ? പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഈ ആളുകൾ അവരുടെ മക്കൾക്ക് 15 വയസ്സ് വരെ മൊബൈൽ തൊടാൻ തന്നെ കൊടുക്കൂലാൻ തീരുമാനിച്ച ആൾക്കാരാണ്. നമ്മുടെ മക്കളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ തോണ്ടി സമയം കളയാണ്. അതുണ്ടാക്കി അതിന്റെ മുതലാളിമാര് അവരുടെ മക്കൾക്ക് എന്ത് ചെയ്യില്ല, 15 വയസ്സ് വരെ ഫോൺ കൈ തൊടാൻ തന്നെ കൊടുക്കൂല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തന്നെ സമ്മതിക്കൂല. നമ്മുടെ മലയാളത്തിലടക്കമുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ അവരൊക്കെ അവരുടെ അനുഭവം പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മക്കൾക്ക് ഫോൺ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മുടെ മക്കളോ അവരുടെ വീഡിയോസും കണ്ടിങ്ങനെ കുത്തിരിക്കുക. ഇതൊരു യാഥാർത്ഥ്യം. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അവരാരും അവരുടെ മക്കൾക്ക് ഈ ഫോണും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാൻ കൊടുക്കാത്തത്? ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു 15 അല്ലെങ്കിൽ 16 വയസ്സ് വരെ അവരുടെ ബ്രെയിൻ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അവരുടെ ബ്രെയിൻ. ആ സമയത്ത് അവർ എന്തുപയോഗിക്കുന്നോ എങ്ങനെ ജീവിക്കുന്നോ അതിനനുസരിച്ചാണ് അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം അതെന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ പാരൻസിനൊക്കെ അറിയുണ്ടാവും വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലടക്കം ഷോർട്സ്, റീൽസ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും, അല്ലേ? ആ ഷോർട്സ് ഒക്കെ മാക്സിമം ഉണ്ടാവുക 3 മിനിറ്റാണ്. 3 മിനിറ്റ്, പലപ്പോഴും 1 മിനിറ്റിന് താഴെയൊക്കെയാണ് പലതും ഉണ്ടാവുക. ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റിൽ ഒരു വീഡിയോ കാണുക, 1 മിനിറ്റിൽ ഒരു വീഡിയോ എങ്കിലും കാണുക. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ആ 1 മിനിറ്റിൽ അവൻ കാണുന്ന ഒരു വീഡിയോയിലൂടെ അവനൊരു സന്തോഷം, ഒരു പ്ലഷർ കിട്ടും. അടുത്ത മിനിറ്റിൽ അവൻ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്, അപ്പൊ അടുത്തൊരു പ്ലഷർ കിട്ടും. അടുത്ത വീഡിയോയിലേക്ക് പോവാണ്, അപ്പം വേറൊരു, ഇതിനെ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ സെക്രീഷൻ എന്ന് പറയും, ഡോപ്പമിൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ തവണ വീഡിയോ കാണുമ്പോഴും അവന്റെ ബ്രെയിനിൽ ഒരു സന്തോഷം, ഒരു പ്ലഷർ കിട്ടുക. ഇതാണ് ഇതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അതെന്താ കുഴപ്പം, അല്ലേ? കുട്ടികളല്ലേ, സന്തോഷിച്ചോട്ടെ, കുറച്ച് റീലൊക്കെ കണ്ട് സന്തോഷിച്ചോട്ടെ നമ്മൾ വിചാരിക്കും. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്രെയിനിൽ നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഡോപ്പമിൻ കിട്ടിക്കഴിഞ്ഞാൽ, അതിങ്ങനെ നിരന്തരമായി കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ആലോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ലോങ് ടേം വിഷൻ നമ്മൾ പറയും. അതായത് നമ്മുടെ മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലുള്ള ഓപ്ഷൻ 1 മിനിറ്റ് കൊണ്ട് ഒരു റീല് കണ്ടാൽ അവനൊരു സന്തോഷം കിട്ടും.
വേറെ ഭാഗത്ത് അവനിപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കൊല്ലൊക്കെ പഠിച്ച് +2 ഒക്കെ കഴിഞ്ഞ് ഒരു എൻട്രൻസ് ഒക്കെ എഴുതി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ എത്തി നല്ല റാങ്ക് വാങ്ങുക എന്നുള്ളൊരു ഒരു ഓപ്ഷൻ മറുഭാഗത്ത് കിടക്കുന്നു വിചാരിക്കാം. ഈ റാങ്ക് വാങ്ങുക അല്ലെങ്കിൽ നന്നായി പഠിക്കുക എന്നുള്ളത് ഒരു 10 കൊല്ലം കൊണ്ട് അവൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. ഈ 10 കൊല്ലം കൊണ്ടാണ് അതിന്റെ സന്തോഷം കിട്ടുക. ഇവിടെയുള്ള റീലിന്റെ സന്തോഷം 1 മിനിറ്റ് കൊണ്ട് കിട്ടും. 1 മിനിറ്റ് കൊണ്ട് ഒരു റീലിന്റെ സന്തോഷം, ഒന്ന് സ്ക്രോൾ ചെയ്താൽ അടുത്ത സന്തോഷം, ഒന്ന് സ്ക്രോൾ ചെയ്താൽ വീണ്ടും അടുത്ത സന്തോഷം. ഇങ്ങനെ അവർക്ക് സന്തോഷം കിട്ടിക്കൊണ്ടേയിരിക്കും. മറ്റേ സന്തോഷം കിട്ടണം എന്ത് ചെയ്യണം? 10 കൊല്ലം കുത്തിരുന്ന് പഠിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായും എങ്ങനെ വർക്ക് ചെയ്യാൻ ചോദിച്ചാൽ, ഈ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും പോയി പോകും. നമ്മൾ ആ സന്തോഷം മറ്റേത് 10 കൊല്ലം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് വേണം മറ്റേതിന്റെ റാങ്കും അതുപോലെ തന്നെ കോഴ്സൊക്കെ കിട്ടാൻ. ഇത് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് പോകും, മറ്റേതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതാവും. ഇതാണ് എല്ലാ അഡിക്ഷന്റെയും സയൻസ്. ഇതാണ് ഇപ്പൊ ലഹരിയെ കുറിച്ചൊക്കെ നമ്മൾ കാര്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ലഹരിയെ കുറിച്ചാണ്. ലഹരിക്ക് ഇതന്നെയാണ് പ്രശ്നം. അതായത് ഒരു ചെറിയ അളവിൽ ഒരു ലഹരി ഉപയോഗിച്ചാൽ അവൻ എന്ത് ചെയ്യും? ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അവന്റെ ബ്രെയിനിൽ ഈ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അവനൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അങ്ങനെ ചെറിയ രൂപത്തിൽ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അവനെന്തിന് വെറുതെ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് സന്തോഷം നേടാൻ നോക്കണം? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നത്. ഇതിന്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഒരു തവണ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തവണ അതേ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീര്യം കൂട്ടി പോണം. അതാണ് ലഹരിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഒരു പ്രാവശ്യം ഒരു 5 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ച് ഒരു സന്തോഷം കിട്ടിയെന്ന് വിചാരിക്കുക. അതേ അളവ് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം 7 ഗ്രാം അടിക്കണം. അതും കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ 10 ഗ്രാം ആക്കേണ്ടി വരും. കുറച്ചുകൂടി കഴിയുമ്പോൾ 15 ആക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ തവണ അവൻ ഉപയോഗിക്കുന്ന ഈ ലഹരി പദാർത്ഥത്തിന്റെയും അളവ് കൂട്ടിയാൽ മാത്രമേ ആ സന്തോഷം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ലഹരി അടിമകൾ ഉണ്ടാകുന്നത്. ആരും ഒരു ദിവസം ഞാൻ നാളെ മുതൽ ലഹരി അടിമക്കാരനാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളും അങ്ങനെ ഇല്ല. ഇത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങളുടെ പിന്നാലെയാണ് പോവുക. അതുകൊണ്ടാണ് ലഹരി അടിമകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഫോൺ കുറച്ചു കാലം ഉപയോഗിക്കാൻ കൊടുത്താൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റാതാകുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കണം. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ് ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഒരു 5ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക എന്നുള്ളത് അത്രയും അപകടകരമായ ഒരു കാര്യമായി നമ്മൾ കാണണം. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഫോണിൽ അവരെന്താ കാണുന്നതെന്ന് എനിക്കറിയാലോ, അതിൽ വൃത്തികേടൊന്നും കാണുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കിഡ്സ് ചാനൽ മാത്രമാണ് കാണുന്നത്, അത് എനിക്ക് ഉറപ്പാണ്. ഇതൊക്കെയാണ് പല ആൾക്കാരുടെയും ഒരു മനസ്സിലുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വൃത്തികേടുകളിലേക്കൊന്നും പോണ്ട, അതൊക്കെ അതിന്റെ അടുത്ത സ്റ്റെപ്പുകൾ മാത്രമാണ്. വൃത്തികേടുകളിലേക്കൊന്നും പോകാതെ തന്നെ അവരുടെ ബ്രെയിൻ അവരെ കൊണ്ട് പഠിക്കാൻ സാധിക്കാതെ ആക്കുന്നത് ഈ റീലുകൾ കാണുന്നത് കൊണ്ടാണ്. അവരുടെ ബ്രെയിനിൽ ഭാവിയിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നത് ഈ ഫോൺ ഉപയോഗം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി കാണുകയും നമ്മൾ അങ്ങനെ നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടാനും സ്വസ്ഥത കിട്ടാനും ഫോൺ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ഇന്ന് നിർത്തണം എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ തന്നെ ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്കത് മാത്രമാണ് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല. ഈ ഒരു പ്രവണത, സ്വസ്ഥത കിട്ടാൻ വേണ്ടി മക്കൾക്ക് ഫോൺ കൊടുക്കുക എന്ന പ്രവണത നമ്മൾ അവസാനിപ്പിച്ചേ തീരും. അത് വേറെ എന്തെങ്കിലും വഴി കണ്ടിട്ട് അവർ കളിക്കാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ചെയ്തോട്ടെ, എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് അവരെ ഇടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവരെല്ലാ നിലക്കും അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ നമ്മള് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും മതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പല കുട്ടികൾക്കും ധാർമ്മിക മൂല്യങ്ങളും മതത്തിന്റെ മൂല്യങ്ങളൊന്നും അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത്? ധാർമ്മിക മൂല്യങ്ങൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിക മൂല്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തന കൊണ്ടേ അത് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ ചില പ്ലഷറുകൾ ഒഴിവാക്കേണ്ടി വരും, നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒഴിവാക്കി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈർ ഉണ്ടാകും. ഇതാണ് നമ്മൾ നന്മ ചെയ്യാനുള്ള കാരണം അല്ലെ. അത് ഒരുപാട് നമ്മളെ ജീവിതം മൊത്തത്തിൽ എടുക്കുന്ന, അല്ലെങ്കിൽ അതും കഴിഞ്ഞ് ജീവിതത്തിന് ശേഷം കിട്ടുന്ന ഒരു സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും വിജയത്തിന്റെ ഒരു കാര്യമാണ്. ഇങ്ങനെ പെട്ടെന്ന് സന്തോഷം കിട്ടി ആ നിലക്ക് പ്ലഷർ നേടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ലോങ് ടേം ആയി ചിന്തിച്ചുകൊണ്ട് തെറ്റുകൾ ഒഴിവാക്കാൻ സാധ്യമല്ല. അവരുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു പ്ലഷർ വന്നാൽ, ഒരു അശ്ലീല രംഗം വരുന്നു,
അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഞാൻ കാണാതെ ഒഴിവാക്കിയാൽ എൻ്റെ ഭാവിയിൽ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, എൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, എനിക്ക് ആഖിറത്തിൽ നല്ലതുണ്ടാകും, ഇങ്ങനൊന്നും ചിന്തിക്കാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. കാരണം എന്താ? അവന് പെട്ടെന്ന് പ്ലഷർ കിട്ടണം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. പെട്ടെന്ന് പ്ലഷർ കിട്ടണം, പെട്ടെന്ന് സന്തോഷം കിട്ടണം. അപ്പൊ അത് കണ്ടാൽ ഒരു സന്തോഷം കിട്ടും. അല്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുന്ന ഒരു സ്ത്രീയെ നോക്കി ഒരു കമന്റ് അടിക്കുമ്പോൾ അവനൊരു സമാധാനം, ഒരു സ്വസ്ഥതയും, അല്ലെങ്കിൽ എന്താ പറയാ, അതിൻ്റെതായ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവും. അതാണ് ഒരു ഹീറോയിസം, അതാണ് ഒരു ഗ്രാറ്റിഫിക്കേഷൻ. അത് ചെയ്യാതിരുന്നാൽ നീ സമൂഹത്തിൽ നല്ലവനാകും, നല്ല ഒരു ധാർമ്മിക മൂല്യം അംഗീകരിച്ചവനാകും. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് ഭാവിയിലും നല്ല ആളായി ജീവിക്കാൻ സാധിക്കും, നല്ല കുടുംബ ബന്ധം ഉണ്ടാവും. ഇങ്ങനൊന്നും ചിന്തിക്കാൻ അവനെ കൊണ്ട് കഴിയൂല. കാരണം ഇപ്പം ഒരു കമന്റ് അടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ, അതായിരിക്കും അവന്റെ ചിന്തയിലുണ്ടാവുക, അവളുടെ ചിന്തയിലുണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞത് എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മളെ തടയുന്നത് അതിനപ്പുറത്തേക്കൊരു നന്മയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ പാരന്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു തലമുറ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ഈവൻ ഒരു 10-25 വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും അവർക്കൊക്കെ ഫോൺ കിട്ടുന്നത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണും അല്ലെങ്കിൽ അങ്ങനെ സൗകര്യങ്ങളില്ലാത്ത ഫോൺ കിട്ടുന്നത് തന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചു വീഴുന്ന തന്നെ സ്ക്രീനിലേക്കാണ്. അങ്ങനെ സ്ക്രീനിലേക്ക് ജനിച്ചു വീഴുന്ന തരത്തിലുള്ള ഒരു തലമുറ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ തലമുറ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് അവരുടെ കാഴ്ചപ്പാടുകൾ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയാനേ ഇരിക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അത്തരം കാര്യങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന. നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാനോ ആലോചിക്കാനോ പോലും പറ്റാത്ത രൂപത്തിൽ കുട്ടിക്കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവും. തിരുവനന്തപുരത്തുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്വന്തം കുടുംബത്തിലുള്ള 5 പേരെ കൊന്ന്, ആ വാർത്ത വായിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഒരാളെ കൊല്ലുന്നത് പോട്ടെ, ഒരാളെ വെറുതെ ഒന്ന് വേദനിപ്പിച്ചാൽ, പിന്നെ നമുക്ക് അറിയാതെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം അതിന്റെ ഒരു ഇടങ്ങേറുണ്ടാവും അല്ലെ? വേദനിപ്പിക്കുക എന്നുള്ളതല്ല, രക്തം പൊടിയുക എന്നുള്ളത് മാത്രമല്ല, ഒരാളെ കൊന്നതിന് ശേഷം അടുത്ത ആളെ കൊല്ലാൻ ബൈക്ക് എടുത്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ സമയത്ത് പോലും ഇനി അടുത്ത ആളെങ്കിലും എനിക്ക് കൊല്ലണ്ട എന്ന് തോന്നിയില്ലല്ലോ. എന്നിട്ട് 2ാമത്തെ ആളും കൊന്നിട്ട് 3ാമത്തെ ആളെയും കൊന്നല്ലോ, അത് കഴിഞ്ഞ് 4ാമത്തെ ആളെയും കൊന്നു, 5ാമത്തെ ആളെ വരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഒരു കുട്ടിയുടെ മനസ്സ് പോകുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് അല്ലെ? ഒരു മനുഷ്യൻ എങ്ങനെ അത് സാധിക്കുക? ഒന്ന് കഴിഞ്ഞ് 2ാമത്തെ ഒരു കൊലപാതകം നടത്താൻ തന്നെ എങ്ങനെ സാധിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഒരു വലിയൊരു അത്ഭുതമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെക്കുറിച്ചുള്ള പഠനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ വലിയ അത്ഭുതം തോന്നൂല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ എന്താണ്? അപ്പൊ ഇവിടെയുള്ള പാരന്റ്സ് അവരുടെ മക്കൾ പലപ്പോഴും സിനിമകളൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും അതിൽ ഒരുപാട് വയലൻസ് ഉണ്ടാവും അല്ലെ? നായകൻ വില്ലനെ കൊല്ലുന്നു, വില്ലൻ നായകനെ കൊല്ലുന്നു, അങ്ങനെ പലതും ഉണ്ടാവും. ഒരുപാട് ചോര തെറിക്കുന്നുണ്ടാവും, ഒരുപാട് ബോംബും കത്തിയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അതൊരു സിനിമാ രംഗം അല്ലെ? സിനിമയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു, അത് കഴിഞ്ഞ ആ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയാണ്, കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് അങ്ങനെ സിനിമയായിട്ടും അല്ലാത്തതായിട്ടൊക്കെ ചിന്തിക്കാൻ ഒരു പക്ഷേ കുറച്ചൊക്കെ കഴിയുമായിരിക്കും. പ്രായമുള്ളവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമ, യാതൊരു സംശയമില്ല. പക്ഷേ കുട്ടികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികളുടെ ബ്രെയിനിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ബ്രെയിനിന്റെ ഏറ്റവും മുൻഭാഗം, അതിനെ നമ്മൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്നാണ് പറയാ. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് തീരെ വികസിക്കാത്തവരാണ് കുട്ടികൾ. അവരൊരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴേ അത് ഫുള്ളായിട്ട് വികസിക്കുള്ളൂ. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ബ്രെയിനിന്റെ ഏറ്റവും മുൻഭാഗത്തുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആക്സിഡന്റ് ഒക്കെ പറ്റിയാൽ പിന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതാവുന്നതും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം, ഈ ചെറിയ കുട്ടികൾ സിനിമ കാണുമ്പോൾ അവരുടെ തീരുമാനമെടുക്കുന്ന രീതി മാറുകയാണ്. എങ്ങനെയാ? ഇപ്പൊ ഒരു സിനിമയിൽ പലപ്പോഴും ഒരു സിനിമയിൽ എങ്ങനെയാ ഒരു പ്രശ്നം പരിഹരിക്കുക? ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒരാളെ വേട്ടയാടി പിടിച്ച് അവൻ ഇല്ലാതാക്കിയതിനു ശേഷമൊക്കെ ആയിരിക്കും പല പ്രശ്നങ്ങളും തീരുക. ഇത് കാണുന്ന ഒരു കുട്ടിയുടെ ബ്രെയിനിൽ ഒരു കാര്യം രേഖപ്പെടുത്തപ്പെടും. എന്താണെന്നറിയോ? എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക. എന്റെ പ്രശ്നം പരിഹരിക്കാനും ഇതാണ് വഴി. അതായത് വയലൻസ്, തിന്മകൾ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാണെങ്കിലും എന്റെ പ്രശ്നം പരിഹരിക്കാം എന്ന ഒരു ചിന്ത ഈ ചെറിയ ബ്രെയിനിൽ രേഖപ്പെടുകയാണ്.
അതാണ് ഈ പൂർണ്ണമായും ഡെവലപ്പ് ആവാത്ത ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഉള്ള ആളുകൾ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ അവന്റെ കാഴ്ചപ്പാടായി മാറും. ബാക്കിയുള്ളവരെയും അത് ബാധിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ ഇത് പലപ്പോഴും ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ സ്കൂളുകൾ തമ്മിലടി, ബാച്ചുകൾ തമ്മിലടി, അല്ലേ? പിന്നെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അടി, ഇൻസ്റ്റാഗ്രാമിലൂടെ വാടാ തല്ലാൻ പാടാന്ന് പറഞ്ഞിട്ട് അടി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നില്ല. പക്ഷെ സംഭവിക്കുന്നത് വളരെ സിമ്പിളാണ്. ഇതൊക്കെയാണ് ഹീറോയിസം, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്നൊക്കെ അവർക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് അവർ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുവഴി അവർക്ക് ഇമോഷണൽ നമ്പിങ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, എന്ത് സംഭവിച്ചാലും, എത്ര ചോര കണ്ടാലും, എത്ര വേദന കണ്ടാലും ഒന്നും തോന്നാത്ത രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വയലന്റ് പ്രോബ്ലം സോൾവിങ് പാറ്റേൺസ് ഉണ്ടാകുന്നു, ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയോട്സ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ശാസ്ത്രം പഠിച്ചാൽ നമുക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം ഞാൻ ആ ഒരു ഏരിയ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. അപ്പം എനിവേ ഞാൻ അതിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക മാക്സിമം 10ാം ക്ലാസ് വരെ, +2 വരെ നമ്മുടെ മക്കളുടെ സ്കൂളിലുള്ള മാർക്കിനെ കുറിച്ചായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കേരളത്തിനെ കുറിച്ച് നമ്മൾ പൊതുവെ പറയും കേരളം നമ്പർ 1 ആണ്, അല്ലേ? ശരിയാണ്, കേരളം ഒരുപാട് കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ്. നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആകട്ടെ, നമ്മുടെ റോഡുകളാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അതിലൊക്കെ നമ്പർ 1 തന്നെയാണ്. പക്ഷേ ഈ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുടെ ഭാവി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മക്കൾ വളരെ പിന്നിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതിന്റെ കുറച്ച് കണക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്ക് SSLC റിസൾട്ടുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഓരോ വർഷവും അത്രയും വലിയ റിസൾട്ടാണ് ഉള്ളത്, അല്ലേ? ആ കോവിഡ് കാലത്ത് 1.5 ലക്ഷത്തിന് അല്ലെങ്കിൽ 1.28 ലക്ഷം കുട്ടികൾക്കാണ് ഫുൾ A+. ഈ കഴിഞ്ഞ വർഷം 71,000 കുട്ടികൾക്കാണ് ഫുൾ A+. 71,000 കുട്ടികൾക്ക് ഫുൾ A+. അതിന്റെ അർത്ഥം എന്താ? 2 അർത്ഥം ഉണ്ടാവും അതിന്. ഒന്നുകിൽ 71,000 കുട്ടികൾ അത്രയും അടിപൊളിയാണ്, അല്ലെങ്കിലുള്ള അർത്ഥം എന്താ? ആ 71,000-ന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കാരണം എന്താ? അത്രയും കുട്ടികൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടെന്നാണ്. ഏതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ IIT-കളിലേക്കുള്ള അഡ്മിഷൻ മാത്രം എടുത്ത് നോക്കിയാൽ ഒരു വാർത്ത ഞാൻ ജസ്റ്റ് വായിക്കാം. IIT പ്രവേശനം മലയാളികൾ 1% മാത്രം. ഈ പറഞ്ഞ 71,000 A+ ഒക്കെ ഉള്ള മലയാളികളിൽ നിന്ന് ഈ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്നത് 1% മലയാളികൾ. ഇത് IIT-കളുടെ മാത്രം കണക്കല്ല. നീറ്റിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അതിലും നമുക്ക് കാണാൻ പറ്റും. ഈ നീറ്റിന്റെ റാങ്കിൽ ഓരോ വർഷവും, മെഡിക്കൽ എൻട്രൻസിൽ ഓരോ വർഷവും മലയാളികൾ പിന്നോട്ട് പോകുന്നു. CUET നിങ്ങൾ ചിലപ്പം പല ആളുകൾക്കും അറിയുണ്ടാവും, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റുകൾ, അതിൽ മലയാളികൾ ഓരോ വർഷവും പിന്നിലോട്ട് പോകുന്നു. ഇത് ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മലയാളികൾ വളരെ വളരെ പിന്നിലാണ് ഹയർ എഡ്യൂക്കേഷന്റെ വിഷയത്തിൽ എന്നത്. അതിന്റെ കാരണം എന്താ? വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു തിങ്കിങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടാണ് മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുക. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള സംസ്ഥാനത്തിലുള്ളവരൊക്കെ കുട്ടികളെ വളരെ നേരത്തെ തന്നെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു സ്കൂൾ ഇനോഗ്രേഷൻ വന്നുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പറയുന്നത്. നമ്മുടെ മക്കളെ നോക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. അവരുടെ ഒരു പ്രൈമറി അല്ലെങ്കിൽ ലോവർ പ്രൈമറി ആ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അവരെ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇല്ലെങ്കിൽ സംഭവിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കോടി കൊടുത്തിട്ട് മെഡിക്കൽ സീറ്റ് വാങ്ങേണ്ടി വരും, 20 ലക്ഷം കൊടുത്തിട്ട് എഞ്ചിനീയറിംഗ് സീറ്റ് വാങ്ങേണ്ടി വരും. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ലക്ഷങ്ങൾ കൊടുത്ത് എന്തെങ്കിലും ജോലിക്കൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രയാസത്തിലേക്ക് പോകും എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടോ അതെങ്ങനെ നേടിയെടുക്കും, ലോൺ എടുക്കേണ്ടി വരുമോ, ലോൺ എടുത്താൽ പ്രശ്നമല്ല, അങ്ങനൊന്നും ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ നമ്മുടെ മക്കൾ ഓരോരുത്തരും, നിങ്ങളുടെ മക്കൾ ഓരോരുത്തരും നല്ല ടാലന്റ് ഉള്ള ആളുകളാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അവരെ മൊബൈൽ കൊടുത്തിട്ടും സിനിമ കാണിച്ചിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ വളർത്തിയിട്ടും നമ്മളാണ് നശിപ്പിക്കുന്നത്. അത് ചെയ്യാതിരുന്നാൽ നല്ലൊരു ഡയറക്ഷൻ അവർക്ക് കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാകണം, അത് കേവലം സ്കൂളിൽ മാർക്ക് കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് സ്കൂളിൽ ഒരുപാട് ഫെസിലിറ്റികൾ ഉണ്ടാവും, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പലതരം ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിലൊക്കെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഏതിലാണോ താല്പര്യം അതിലേക്ക് അവരെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ എന്ന് വെച്ചാൽ ഒരു പൗരനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ജോലികളെക്കാളും പ്രധാനമാണ് ഒരു പൗരനെ, ഒരു വ്യക്തിയെ രൂപീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്.
ആ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇത് കേവലം കുറച്ച് നല്ല ജോലിയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നല്ല കരിയറിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല. നല്ല കുറേ എഞ്ചിനീയർമാരുണ്ടായത് കൊണ്ട് കാര്യമില്ല, കുറേ ഡോക്ടർമാരുണ്ടായത് കൊണ്ട് കാര്യമില്ല. നമുക്കും കുടുംബത്തിനും നാട്ടിനൊക്കെ ഉപകാരമുള്ള എഞ്ചിനീയർമാരും ഡോക്ടറും കൂടി ആവണം. അപ്പം അതുകൊണ്ട് ആ ഒരു ബാലൻസ് നമുക്ക് വേണം. കുറേ പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, ആ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ വാല്യൂസും വേണം. ധാർമ്മികതയുള്ള, സമൂഹത്തോടും കുടുംബത്തോടും പ്രതിബദ്ധതയുള്ള, മൂല്യങ്ങളെക്കുറിച്ച് ബോധമുള്ള അങ്ങനെയുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. അത്തരത്തിലുള്ള ഒരു ഡ്രീമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്കൂളുകൾക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ അതിനൊരു പ്രാധാന്യം നമ്മൾ മനസ്സിലെങ്കിലും കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അത് കേവലം സ്കൂളിൽ പിന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് അതിന്റെ ഒരു പടിയാണ്. പക്ഷെ അതൊരു പടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ സ്കൂൾ കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമ്മളും വളരെ ആക്റ്റീവായി അവരുടെ ചിന്താഗതി എങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു ഖുർആൻ ക്ലാസ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ, മക്കളുടെ കാര്യം മാറ്റട്ടെ, നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് വിചാരിക്കാം. നമ്മളെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിനെ കുറിച്ച് ഒരു ഖുർആൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഖുതുബയിൽ ഒന്ന് സൂചിപ്പിച്ചു. അത് തെറ്റാണ്, ഖുർആൻ പ്രകാരം അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇസ്ലാമികമായി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ അതിനിപ്പോ എന്താ അല്ലെ, അതിപ്പോ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ഇന്നത്തെ കാലത്തൊക്കെ അതില്ലാതെ ആരെങ്കിലും നടക്കുമോ അല്ലെ? ഇങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ നമ്മളറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, പലിശ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുക? ഈ 21-ാം നൂറ്റാണ്ട് 2025 വന്നിട്ട് പലിശ പറ്റൂല എന്ന് പറയാം, അതൊക്കെ ഇപ്പൊ നടക്കുമോ? ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് കേൾക്കുന്ന നമ്മുടെ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കും. എന്താ? അത് ശരി, ഖുറാനിലും ഹദീസിലും അങ്ങനെ തെറ്റാന്നൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മളെ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഉമ്മ പറയുന്നത് കേട്ടില്ലേ, ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, പലിശ ഇല്ലാതൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റും. അപ്പൊ ഖുർആനോ അല്ലെങ്കിൽ മൂല്യങ്ങൾ ഒരു ഭാഗത്ത് കിടക്കട്ടെ, നമ്മളെ വഴിക്ക് പോവുക. ഈ ഒരു ചിന്താ രീതി നമ്മുടെ മക്കളിൽ പലപ്പോഴും പാരന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി കുറച്ച് കഴിയുമ്പം ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് അവിടെ ഖുർആനിലും ഹദീസിലൊക്കെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇതൊന്നും ഉപയോഗിക്കാത്ത കുട്ടികളുണ്ടോ അല്ലെ? അവന് കാണുന്ന കുട്ടികളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവനും അതിന്റെ പിന്നാലെ പോകും. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ന്യായങ്ങളാണ് ഇതൊക്കെ, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം, അതൊക്കെ കുറച്ചൊരു സന്തോഷത്തിന് വേണ്ടി അതൊക്കെ ആയിക്കൂടെ? ഇങ്ങനെയുള്ള കുറെ ന്യായങ്ങൾ നമ്മളുടെ വായിൽ നിന്ന് നമ്മുടെ കുട്ടികൾ കേൾക്കുന്നു. അവരതിന്റെ വഴിക്ക് അവരുടേതായ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അത് ചിന്തിച്ച് അത്തരം തിന്മകളിലേക്ക് പോകുന്നു. അവിടെ തടയാൻ നമുക്ക് ഒരു അർഹത പോലും ഇല്ലാതാകും. അതുകൊണ്ട് നാം നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ കുട്ടികൾ വളരുന്ന അന്തരീക്ഷത്തെ ആ രൂപത്തിൽ പരുവപ്പെടുത്തിയെടുക്കാനും ആ രൂപത്തിൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണാനും സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഭൗതിക രംഗത്തും അതുപോലെ തന്നെ മതപരമായ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏറ്റവും മികച്ച മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറണം. അതിനുള്ള ഒരു കൈത്തിരിയാണ് നമ്മളിവിടെ ഇന്നത്തോടു കൂടി നമ്മൾ ആരംഭിക്കുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ ആ ഒരു പ്രഭ, അതിൻ്റെ ശോഭ ഏറ്റവും നല്ല രൂപത്തിൽ പിന്നെ ഉയർന്നു വരട്ടെ എന്നുള്ളതും നാളെ ഈ നാടിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും പിന്നെ സമൂഹത്തിനുമെല്ലാം ഒരു വെളിച്ചമായി മാറുന്ന രൂപത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ സ്ഥാപനങ്ങളും മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് സർവശക്തനായ തമ്പുരാൻ എല്ലാവിധ തൗഫീക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.